ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ പിതാവായ ദൈവത്തിന് ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഒരു വിശ്വാസിയുടെ, വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയുടെ ശുദ്ധമായ ഹൃദയം. ഹൃദയം എല്ലാത്തിനേക്കാളും കപടമുള്ളതാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തു നമുക്ക് ഒരു പുതിയ ഹൃദയം തരികയാണ്. കാരണം നമ്മെ അവിടുന്ന് ഒരു പുതിയ സൃഷ്ടിയാക്കുകയാണ്. നമുക്കാർക്കും ജന്മനാ ലഭിച്ചിരിക്കുന്ന കഴിവ് കൊണ്ട് ഒരു ശുദ്ധിയുള്ള ഹൃദയത്തെ നിർമ്മിച്ചെടുക്കാൻ പറ്റില്ല. ദാവീദ് പറയുന്നുണ്ട്, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. ദൈവത്തിനത് സാധിക്കും. 2 കൊരിന്ത്യർ 5:17 നമ്മോട് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു. ഒരു മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, ചീത്ത പ്രവൃത്തികൾ, അത് വാസ്തവത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ പുറത്തെടുക്കുന്നു. ചീത്ത മനുഷ്യൻ ചീത്ത നിക്ഷേപത്തിൽ നിന്ന് ചീത്ത കാര്യങ്ങളും വാക്കുകളും പുറത്തെടുക്കുന്നു. ഹൃദയം ശുദ്ധമായാൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ശുദ്ധമാകും. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ എന്നാണ് കൊരിന്ത്യ ലേഖനം നമ്മോട് പറയുന്നത്. ഇതെങ്ങനെ സാധിക്കും? ക്രിസ്തു തന്നെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ പുറമെയല്ല, നിങ്ങളുടെ ഉള്ളിൽ. ഇവിടെ ഹൃദയം, ഹാർട്ട് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള രക്തവും മാംസവും കൊണ്ടുള്ള ഒരു ഹൃദയമല്ല. നമ്മുടെ മനസ്സ്, ചിന്താശേഷി, താൽപ്പര്യങ്ങൾ, അനിഷ്ടങ്ങൾ, ഇതിൻ്റെ എല്ലാം കേന്ദ്രമാണ് നമ്മുടെ ചിന്താമണ്ഡലം. അതാണ് ഹൃദയം. നാം കർത്താവിലാണ് നമ്മുടെ മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ വസ്തുക്കളിലല്ല, വ്യക്തികളിലല്ല. ഈ ലോകത്തിലെ ഏതെങ്കിലും വ്യക്തികളിലോ വസ്തുക്കളിലോ പ്രസ്ഥാനങ്ങളിലോ സംഘടനകളിലോ നമ്മുടെ ഹൃദയം ഉറപ്പിച്ചാൽ സാഹചര്യം വരുമ്പോൾ നമ്മളാകെ പതറിപ്പോകും. എന്നാൽ ഭക്തന്മാർ എന്താണ് ചെയ്തത്? സങ്കീർത്തനം 57:7, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ഫിക്സഡ് ഓൺ ഗോഡ്. ആ ഭക്തൻ്റെ ഹൃദയം ദൈവത്തിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, കീർത്തനം ചെയ്യും. ദൈവത്തിൽ ഫിക്സ് ചെയ്ത ഒരു ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടിക്കൊണ്ടിരിക്കുക. മാത്രമല്ല 112 സങ്കീർത്തനം 7 വാക്യത്തിൽ 112:7, എൻ്റെ ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ഇന്ന് പലരും അവരെക്കുറിച്ച് മോശമായ കമൻറ്റുകൾ ആരെങ്കിലും പറഞ്ഞാൽ വല്ലാതെ വാടിപ്പോകും. ചിലപ്പോൾ ഭാര്യ തന്നെ ഭർത്താവിൻ്റെ സ്നേഹശൂന്യമായ ഒരു വാക്ക് നിമിത്തം തളർന്നു പോകാറുണ്ട്. ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട്. എന്താണ് കാരണം? ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കാതെ ചില വ്യക്തികളിൽ ഉറപ്പിച്ചു. ആ വ്യക്തി ക്രൂരമായി ഇടപെട്ടപ്പോൾ അവർക്ക് പിന്നെ ഹൃദയം എവിടെയും ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. സങ്കീർത്തനങ്ങൾ 112:7, ദുർവർത്തമാന നിമിത്തം അവർ ഭയപ്പെടുകയില്ല, ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും, അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ഇനി രക്ഷിക്കപ്പെട്ട നമുക്ക് കർത്താവ് ഒരു പുതിയ ഹൃദയം തന്നിരിക്കുന്നു. ആ ഹൃദയത്തിൽ ദൈവിക സന്തോഷവും കർത്താവ് തന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ പലപ്പോഴും പല ദുഷ്ടതകളും പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു. അവൻ വീണ്ടും ജനനത്തിന് വിധേയമാകാത്തത് കൊണ്ട് ഒരു പുതിയ ഹൃദയം, ശുദ്ധ ഹൃദയം അവന് ലഭിച്ചിട്ടില്ല. ഇവിടെ 1 സാമുവേൽ 2:1, അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു. 1 സാമുവേൽ 2:1. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു,
എൻ്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെ ഹന്ന പറയുകയാണ്, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഹന്ന പ്രാർത്ഥിക്കുന്നവളാണ്, ദൈവത്തോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നവളാണ്. എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ലോകത്തിൽ നിന്ന് അസ്വസ്ഥതകൾ, ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അക്രമങ്ങൾ, യുദ്ധങ്ങൾ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. എൻ്റെ കൊമ്പ് യഹോവയാൽ ഇവിടെ മറിയവും പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഇനി 1 രാജാക്കന്മാർ 8:61, 1 രാജാക്കന്മാർ 8:61, ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവൻ്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കൽ ഏകാഗ്രമായിരിക്കട്ടെ. പെർഫെക്റ്റ് വിത്ത് ഗോഡ്. നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. വിഭജിക്കപ്പെടാത്ത ഹൃദയം. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും നീ സ്നേഹിക്കണം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. ഒരു ശുദ്ധ ഹൃദയമുണ്ടെങ്കിൽ, നിഷ്കളങ്ക ഹൃദയമുണ്ടെങ്കിൽ, പരസ്യ ജീവിതത്തിൽ മാത്രമല്ല രഹസ്യ ജീവിതത്തിലും ആരും കാണാതെ വീട്ടിലായിരിക്കുമ്പോഴും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ശുദ്ധമായിരിക്കും. സങ്കീർത്തനം 101:2, സങ്കീർത്തനം 101:2, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും? ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഇങ്ങനെ നിർമ്മല ഹൃദയവുമായി കർത്താവിനെ സേവിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മ നിറവും സ്വർഗീയ സന്തോഷവും നിശ്ചയമായും കൊടുക്കും. സങ്കീർത്തനം 97:11, സങ്കീർത്തനം 97:11, നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. സങ്കീർത്തനക്കാരൻ ഒരു കാര്യം കണ്ടു. മറ്റുള്ളവരുടെ ജീവിതം നോക്കിയപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക കൺക്ലൂഷനിലെത്തി. അതെന്താണ്? 73-ാം സങ്കീർത്തനം 1-ാം വാക്യം, സങ്കീർത്തനം 73:1, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. 24-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ 24:4, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഇനി ക്രിസ്തു ഹൃദയശുദ്ധിയുള്ളവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 5:8, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. തിരുവചനം നമ്മോട് പറയുന്നുണ്ട്, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഈ ശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. 2 രാജാക്കന്മാർ 22:19, 2 രാജാക്കന്മാർ 22:19, താഴ്മയുള്ളവരുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവർ സ്തംഭനത്തിനും ശാപത്തിനും വിഷയമായി തീരുമെന്ന്
ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായി അരുളി ചെയ്തത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു. നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിന്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ കരയുകയും ചെയ്യുക കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾക്ക് ഒരേ ഹൃദയം, ഒരേ അഭിപ്രായം, വസ്തുവകകൾ പോലും പരസ്പരം പങ്കിടുകയാണ്. എത്ര വലിയ ഹൃദയ ഐക്യം! ഹൃദയ ഐക്യമുണ്ടെങ്കിൽ അവിടെ ഭിന്നിപ്പില്ല. ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. 40 പേർ ഒരു ചർച്ചിലുണ്ട്. 40 പേർക്കും ശുദ്ധിയുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ അവിടെ ഒരുമ ഉണ്ടാകും. ശുദ്ധ ഹൃദയവും ഒരുമയും ഐക്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വക്രതയുള്ള ഹൃദയം അത് നേരെ വിപരീതമായി ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:46. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം. ഒരു മനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ എങ്ങനെയുള്ള സഭയോടാണ് കർത്താവ് ചേർത്തത്? വഴക്കടിക്കുന്ന സഭാരാഷ്ട്രീയമുള്ള ദ്രവ്യാഗ്രഹികളായ വ്യാജ ശുശ്രൂഷകൾ ചെയ്യുന്ന ശുശ്രൂഷകരും വിശ്വാസികളുള്ള ഒരു സഭയിലേക്കല്ല ആളുകളെ കർത്താവ് ചേർത്തത്. പിന്നെയോ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും, ആരുമാരെയും വഞ്ചിക്കുന്നില്ല, ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു സഭയിലേക്ക് ആത്മാക്കളെ കർത്താവ് ചേർക്കാതിരിക്കുമോ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എത്ര പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഒരാൾ വന്ന് ഒരു പുതിയ ആത്മാവിനെ കണ്ട് ആരാധിക്കണം, ഒരു പുതിയ ആത്മാവ് സ്നാനപ്പെടണം, പ്രാർത്ഥനയുണ്ട്. പക്ഷേ വളരെ അപൂർവമാണ് പലപ്പോഴും ഇന്നത്തെ ചില ചർച്ചകളിൽ സ്നാനവും പുതിയ വ്യക്തികളുമൊക്കെ കടന്നു വരുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്: ഒരു മനസ്സില്ല, ഹൃദയ നിർമ്മലതയില്ല. ദൈവത്തിൻ്റെ വചനം വ്യത്യസ്തങ്ങളായ നിലത്താണ് വിതയ്ക്കപ്പെടുന്നത്. പാറ പോലുള്ള ഹൃദയമാണെങ്കിൽ ആ വചനത്തിന് വളരാൻ പറ്റില്ല. മുള്ള് പോലുള്ള ഹൃദയമാണെങ്കിൽ അല്പം വളർന്നാലും ആ മുള്ള് വചനത്തെ ഞെരുക്കും. ലോകസ്നേഹിയാണെങ്കിൽ വചനം ഹൃദയത്തിലുണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ല. ലോകസ്നേഹിയുടെ ഹൃദയത്തിൽ നിന്ന് വചനം പിശാച് തന്നെ കൊണ്ടുപോകും. എന്നാൽ നല്ല മണ്ണിൽ, നല്ല ഹൃദയത്തിൽ ഈ അതിമഹത്തായ വചനം വീഴുകയാണെങ്കിൽ ഫലം ഉണ്ടാകും. ലൂക്കോസ് 8:15 നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ആരാണ് ഫലം കൊടുക്കുന്ന ക്രിസ്ത്യാനി? നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ശുദ്ധ പരമാർത്ഥ ഹൃദയമുള്ളൊരു വിശ്വാസി ചില പ്രതിസന്ധികളുടെ നടുവിൽ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ആ ശുദ്ധമനസ്കൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. 34-ാം സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 51-ാം സങ്കീർത്തനം 51:17 ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല.
ഇനി വചനം എങ്ങനെ പാലിക്കണം? ഹൃദയപൂർവം പാലിക്കണം അഥവാ അനുസരിക്കണം. റോമാലേഖനം 6:17 എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് റോമാസഭയിലെ വിശ്വാസികൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. പക്ഷേ അവർക്ക് ക്രിസ്തുവിലൂടെ രക്ഷ കണ്ടെത്തുവാനിടയായി. മാത്രമോ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു. പൗലോസ് അവർക്ക് പുതിയ നിയമ പ്രബോധനങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ നല്ല ഹൃദയത്തോടെ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണുള്ളത്? നിന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ നിൻ്റെ വചനം ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ധാരാളം ആളുകൾ സിനിമാ കഥകളും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചിന്തകളും മ്ലേച്ഛമായ ചിന്തകളുമൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കാറുണ്ട്. അവരുടെ ഹൃദയം തുറന്നു നോക്കിയാൽ എന്തൊരു അന്ധകാരമായിരിക്കും. എന്നാൽ ഇതാ 119 സങ്കീർത്തനം 11 വാക്യം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വേണ്ടാത്തതൊന്നും സംഗ്രഹിക്കാനുള്ള ഒരു പെട്ടിയല്ല ഈ ഹൃദയം. വചനം സമൃദ്ധമായി സംഗ്രഹിക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു വയ്ക്കണം. അപ്പോൾ പിന്നെ എങ്ങനെ പാപം ചെയ്യും? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വീണ്ടും 40 സങ്കീർത്തനം 8 വാക്യത്തിൽ 40:8 എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഫിൽഡ് വിത്ത് ദ ലോ ഓഫ് ഗോഡ്. ഒരു ഭക്തൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളാൽ, ചട്ടങ്ങളാൽ, വചനങ്ങളാലാണ്. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഇനി ഈ ശുദ്ധഹൃദയം നമ്മുടെ തന്നെ സ്വന്തം മിടുക്കുകൊണ്ടല്ല കിട്ടുന്നത്. നമ്മൾ സഹകരിക്കണം. അതും ദൈവത്തിൻ്റെ ദാനമാണ്. ഇരമ്യ 32:40 ഇരമ്യ 32:40 ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിക്കുവാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും. ദൈവം തന്നെ ചെയ്യുന്നൊരു പ്രവൃത്തി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അവർ എന്നെ വിട്ടുമാറാതെ ഇരിക്കുവാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും. നമ്മൾ രാവും പകലും ധ്യാനിക്കുന്നു. ദൈവം ചെയ്ത നന്മകൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. ഭക്തൻ എന്താണ് എഴുതി വച്ചത്? 4 സങ്കീർത്തനം 4 വാക്യം പലർക്കും ഓർമ്മയുണ്ടാകും. 4 സങ്കീർത്തനം 4 നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിക്കുവിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവിൻ. മെഡിറ്റേറ്റീവ് ആയ ഹൃദയം, ധ്യാനനിരതമായ ഹൃദയം. അല്പം മുമ്പ് നമ്മൾ വചനത്താൽ നിറഞ്ഞ, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച ഹൃദയത്തെക്കുറിച്ചാണ് വായിച്ചത്. ഇപ്പോഴിതാ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവിൻ. 77 സങ്കീർത്തനം 6 വാക്യം 77 സങ്കീർത്തനം 6 രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എൻ്റെ ആത്മാവ് ശോധന കഴിക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു. വായ കൊണ്ട് ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും എപ്പോഴും നമുക്കതിന് സാധിക്കുകയില്ല സ്തോത്രം പറയുവാൻ. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തെ ദൈവം പരിച്ഛേദന ചെയ്യും. ഹൃദയകാഠിന്യം മാറ്റുന്നതിനെയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അത് ദൈവം തന്നെ ചെയ്യുകയാണ്. ആവർത്തനം 30:6 നീ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുവാൻ തക്കവണ്ണം
നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. കത്തി കൂടാതെയുള്ള പരിച്ഛേദന. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുവാൻ തക്ക വിധം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഇത് പുതിയ നിയമത്തിലുമുണ്ട്. റോമ 2:29. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. വൈരാഗ്യവും വിദ്വേഷവും ഹൃദയകാഠിന്യവും ആ ബാധിച്ച ഹൃദയം ഇതാ പരിച്ഛേദനയ്ക്ക് വിധേയമാകുന്നു. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. എപ്പോഴും ധ്യാനിക്കുന്ന ഒരു ഹൃദയം, വചനത്താൽ നിറഞ്ഞ ഒരു ഹൃദയം, പിന്നെ അങ്ങനെയുള്ള ദൈവമക്കൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. 27-ാം സങ്കീർത്തനം 3. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദാണ് പറയുന്നത്. ഒരു ആരോഗ്യമുള്ള വ്യക്തി തന്നെ നമുക്കെതിരെ ആയുധമായി വന്നാൽ പേടിച്ചു പോകും. എന്നാൽ ഒരു സൈന്യം, ആയിരക്കണക്കിന് പട്ടാളക്കാർ ആയുധമേന്തി നമ്മുടെ നേർക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷേ ദാവീദ് പറയുകയാണ്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. വീണ്ടും ജനിച്ച ഒരു ദൈവഭക്തൻ്റെ ആഗ്രഹം, ഹൃദയത്തിലെ താല്പര്യം എന്താണ്? ഈ ലോകത്തിലെ വസ്തുവകകൾ എങ്ങനെയെങ്കിലും വാരിക്കോരി കൂട്ടണം. അതല്ല അവൻ്റെ താല്പര്യം. പ്രോസ്പെറിറ്റി പ്രീച്ചേഴ്സിൻ്റെ സന്ദേശമൊന്നും അവനെ അല്പം പോലും ആകർഷിക്കുന്നില്ല. അവൻ്റെ താല്പര്യം എന്താണ്? 84-ാം സങ്കീർത്തനം 2-ാം വാക്യം. എൻ്റെ ഉള്ളം, അതായത് ഹൃദയം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. എന്തിനാണ് വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നത്? തീഷ്ണതയുള്ള ആഗ്രഹം, വസ്തുക്കൾക്ക് വേണ്ടിയല്ല. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. മനോഹരം യാഹേ നിൻ്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിൻ്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. 119-ാം സങ്കീർത്തനം 32-ാം വാക്യം. നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിലോടും. ചിലപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് ആളുകൾ പറയാറുണ്ട്, എന്തൊരു ഇടുങ്ങിയ മനസ്സാണ്, സ്വാർത്ഥതയെ കാണിക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, സ്വാർത്ഥത, എൻ്റെ കാര്യം, എല്ലാം അംഗീകരിക്കാനോ മനസ്സില്ലാത്ത അവസ്ഥ, സ്നേഹശൂന്യമായ ഹൃദയം. എന്നാൽ ഇവിടെ ഇതാ, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ, എൻലാർജ്ഡ് ഹാർട്ട്,
നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. ഇനി പൗലോസ് പറയുന്നത് കൊരിന്ത്യരോട് 2 കൊരിന്ത്യർ 6:11, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാം സഹിക്കുന്ന, എല്ലാം സ്നേഹിക്കുന്ന, കുറവുകൾ പൊറുക്കുന്ന ഒരു വിശാലമായ ഹൃദയം. അവിടെ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല. മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ഹൃദയം ദൈവത്തോട് വിശ്വസ്തത കാത്തുപാലിക്കുന്നു. നെഹമ്യ 9:8, നീ അവൻ്റെ ഹൃദയം നിൻ്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. ദൈവം നമ്മുടെ ഹൃദയം ശോധന ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ, ചിന്തകൾ, ലക്ഷ്യങ്ങൾ ദൈവം വാച്ച് ചെയ്യുന്നു, പരിശോധിക്കുന്നു. നീ അവൻ്റെ ഹൃദയം നിൻ്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, യബൂസ്യർ, ഗിർഗസ്യർ എന്നിവരുടെ ദേശം കൊടുക്കും, അവൻ്റെ സന്തതിക്ക് തന്നെ കൊടുക്കുമെന്ന് നീ അവനോടൊരു നിയമം ചെയ്തു. നീ നീതിമാനായിരിക്കയാൽ നിൻ്റെ വചനങ്ങളെ നിവർത്തിച്ചും ഇരിക്കുന്നു. നേരത്തെ വായിച്ചു. നമ്മുടെ ഹൃദയത്തെ കർത്താവിൽ ഉറപ്പിച്ച് പതിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ദുർവർത്തമാന നിമിത്തം പേടിക്കേണ്ട. നമുക്ക് വി ആർ കോൺഫിഡൻറ്റ് ഇൻ ഗോഡ്. സങ്കീർത്തനം 112:7, ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ഇനി നമുക്ക് പുതിയ നിയമവിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. മനസ്സലിവുള്ളൊരു ഹൃദയമാണ് തന്നിരിക്കുന്നത്. കർത്താവായ യേശു ജനക്കൂട്ടത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരെ ചിന്നിച്ചിതറി കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ഹൃദയകാഠിന്യമില്ല. പാപികളായ മനുഷ്യർ അവരെ കാണുമ്പോൾ, നിത്യനാശത്തിലേക്ക് പോകുന്ന മനുഷ്യർ അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സലിയാറുണ്ടോ? ഹൃദയത്തിൽ വേദന തോന്നാറുണ്ടോ? ഇനി ദൈവമക്കളെന്ന് പറയുന്നവർ തന്നെ, ചില ശുശ്രൂഷകർ എന്ന് പറയുന്നവർ തന്നെ പാപത്തിലും വ്യാജത്തിലുമൊക്കെ ആശ്രയിക്കുമ്പോൾ, വ്യാജപ്രവചനവും നടത്തുമ്പോൾ അവരോട് വെറുപ്പാണോ അതോ മനസ്സലിവാണോ? അവർക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ, അവർക്ക് പാപബോധം കൊടുക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടോ? യെരമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു, പലതവണ പറഞ്ഞു, ഇസ്രായേൽ മക്കൾ കേട്ടില്ല. അപ്പോൾ ദൈവക്രോധം വന്ന് വല്ലാത്ത നാശത്തിലേക്ക് ഇസ്രായേൽ ജനം പോവുകയാണ്. പക്ഷേ പ്രവാചകൻ എന്താണ് ചെയ്യുന്നത്? അത് കണ്ട് സന്തോഷിക്കുകയല്ല. യിരെമ്യാ 4:19, വളരെ സിമ്പതൈസിങ് ആയ ഒരു ഹാർട്ടാണ് ഈ പ്രവാചകനുണ്ടായിരുന്നത്. യിരെമ്യാ 4:19, അയ്യോ എൻ്റെ ഉദരം, എൻ്റെ ഉദരം, എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. അയ്യോ എൻ്റെ ഹൃദയഭിത്തികൾ, എൻ്റെ നെഞ്ചിടിക്കുന്നു. എനിക്ക് മിണ്ടാതെ ഇരുന്നുകൂടാ. എൻ്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിൻ്റെ ആർപ്പുവിളിയും കേട്ടിരിക്കുന്നു. ദൈവം പറയുന്ന ആലോചന, ദൈവത്തിൻ്റെ വചനം ജനം കേൾക്കുന്നില്ല. തുടർന്ന് വലിയ ശിക്ഷാവിധി വരാൻ പോകുന്നു. പ്രവാചകൻ അത് കണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. അയ്യോ എൻ്റെ ഹൃദയഭിത്തികൾ, എൻ്റെ നെഞ്ചിടിക്കുന്നു. ഒരു ഭക്തൻ്റെ പ്രത്യേകത, ഏത് തിരക്കിനിടയിലും അവന് ദൈവവുമായി സംഭാഷിക്കാം. അധരം ചലിക്കുന്നില്ല എങ്കിലും ഹൃദയം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മെഡിറ്റേറ്റീവ് ഹാർട്ട്. ഒരുപക്ഷെ അവൻ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടാകാം, ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടാകാം, യാത്ര ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അവൻ്റെ ഹൃദയം അപ്പോഴും ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹന്നയെക്കുറിച്ച് പറയുന്നത് 1 സാമുവേൽ 1:13, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. 1 സാമുവേൽ 1:13, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. നമുക്ക് കർത്താവ് തന്ന പുതിയ ഹൃദയം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനോട് സംസാരിക്കാൻ സാധിക്കും. 27 സങ്കീർത്തനം 8 വാക്യത്തിൽ
എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ദുഷ്കാര്യങ്ങൾക്കായി നാം നമ്മുടെ ഹൃദയം ചായ്ക്കുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഹൃദയത്തെ ചായ്ക്കുന്നത്? 119 സങ്കീർത്തനം 112. നിൻ്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായ്ച്ചിരിക്കുന്നു. ഇൻക്ലൈൻഡ് ടു ഒബീഡിയൻസ്. നിൻ്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായ്ച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലെ വീണ്ടും ജനിച്ച ഒരു യഥാർത്ഥ വിശ്വാസി പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നവനും സ്നേഹിക്കുന്നവനും സേവിക്കുന്നവനും ആണ്. അവൻ്റെ ഹൃദയത്തിലെ ഓരോ അറയും ദൈവസ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. ദൈവത്തോടുള്ള സമർപ്പണത്താൽ നിറഞ്ഞിരിക്കുന്നു. അന്യചിന്തകളൊന്നും അവൻ്റെ ഹൃദയത്തിൽ കടന്നു വരുവാൻ അവൻ സമ്മതിക്കുന്നില്ല. സകല ജാഗ്രതയോടും കൂടെ അവൻ്റെ ഹൃദയത്തെ കാക്കുന്നു. സങ്കീർത്തനം 9:1. സങ്കീർത്തനം 9:1. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഇരുമനസ്സോടെയല്ല, ഭാഗിക ഹൃദയത്തോടെയല്ല, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. 119:10 സങ്കീർത്തനം 119:10. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിൻ്റെ കൽപ്പനകൾ വിട്ടു നടക്കുവാൻ എനിക്ക് ഇടവരരുതേ. 119 സങ്കീർത്തനം തന്നെ 69. 119 സങ്കീർത്തനം 69. അഹങ്കാരികൾ എന്നെക്കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവർ എന്നെക്കുറിച്ച് ഒരുപാട് വ്യാജങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനെന്താണ് ചെയ്യുന്നത്? അതിന് മറുപടി കൊടുക്കാനല്ല പോകുന്നത്. അഹങ്കാരികൾ എന്നെക്കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കും. 119 സങ്കീർത്തനം 145 വാക്യം. 119:145. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരം അരുളേണമേ. യഹോവേ, ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് 20:9. ഞാനിനി അവനെ ഓർക്കുകയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു, തളർന്നു, എനിക്ക് വഹിയാതെയായി. ദൈവത്തിൻ്റെ ആലോചന, അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ പലതവണ പറഞ്ഞിട്ടും ഇസ്രായേൽ മക്കൾ അനുസരിക്കുന്നില്ല. വരാൻ പോകുന്ന നാശം, യുദ്ധം, തടവ്, ബദ്ധന്മാരാക്കി കൊണ്ടുപോകുക, തീ വെച്ച് നശിപ്പിക്കുക, ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് ഒഴിവാകുവാൻ ചില രക്ഷാമാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലും ഇസ്രായേൽ ജനത പ്രവാചകൻ പറഞ്ഞതൊന്നും കൂട്ടാക്കുന്നില്ല. ഒരു തവണയല്ല, പലതവണ. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഇവരോട് ഇനിയും ഇത് ആവർത്തിച്ച് പറയാതിരിക്കുകയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല. ഞാനിനി അവനെ ഓർക്കുകയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എൻ്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ചില വ്യക്തികളോട് സുവിശേഷം പറയണം. നമ്മൾ ഒരുപക്ഷെ ഒഴിവാക്കിയാലും കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് പ്രേരണ തന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില അനീതി നമ്മുടെ ചുറ്റും, ചിലപ്പോൾ നമ്മുടെ സ്വന്തം ചർച്ചിൽ തന്നെയാകാം, കാണുമ്പോൾ ഞാനത് എന്തിനാ പറയുന്നത്, എന്തിനാണ് ഇറച്ചിയുണ്ടാക്കുന്നത്, മിണ്ടാതിരിക്കാം. പക്ഷേ ചിലപ്പോൾ ആവർത്തിച്ച് നീ ആ സത്യം പറയണം എന്നൊരു പ്രേരണ നമ്മുടെ ഹൃദയത്തിന് കർത്താവ് തരുമ്പോൾ വീണ്ടും നമ്മൾ അടക്കി വയ്ക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അനുഭവം ഒരുപക്ഷെ ഉണ്ടാകും. അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു, തളർന്നു, എനിക്ക് വഹിയാതെയായി. അപ്പോൾ എന്താ ചെയ്തത്? തുടർന്നും കർത്താവിൻ്റെ അരുളപ്പാട് പറഞ്ഞുകൊണ്ടിരുന്നു. ജനം കേട്ടില്ല, ശരിയാണ്. എസെക്കിയേൽ പറയുന്നുണ്ട്, ദൈവം പറയുകയാണ്, അവർ ദുശാഠ്യമുള്ളവരാണ്, മത്സരഗൃഹമാണ്. പക്ഷേ
എൻ്റെ അരുളപ്പാട് നീ അവരെ അറിയിക്കണം. ഇനി ഒരു വിശ്വാസിയുടെ ഹൃദയം എങ്ങനെയായിരിക്കണം? കർത്താവ് പറഞ്ഞു, മത്തായി 12:35, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിന്നാണ് എല്ലാ മൂഢതയും വരുന്നത്, എല്ലാ അശുദ്ധിയും വരുന്നത്. ആ ഹൃദയം ശുദ്ധമായാലോ? നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ നിങ്ങൾക്കെങ്ങനെ നല്ലത് സംസാരിക്കാൻ പറ്റും? നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരമാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പ്രദർശിപ്പിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ചില മനുഷ്യർക്ക് എന്ത് കണ്ടാലും, ചില നല്ല പ്രവൃത്തികൾ കണ്ടാലും, മറ്റുള്ളവർ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാലും അവർ തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും, ചിന്തിക്കും. അതിന് കാരണം അവരുടെ ഹൃദയത്തിൽ വക്രതയുള്ളതുകൊണ്ട് മറ്റുള്ളവർ നിർമ്മല മനസ്സോടെ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവരതിലും ദുരുദ്ദേശങ്ങൾ കണ്ടെത്തുകയാണ്. കാരണം നല്ലത് കാണാൻ പറ്റുന്നില്ല, അവരുടെ ഹൃദയം മുഴുവൻ വക്രത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമുക്കൊരു 5 നിമിഷം നമ്മുടെ കർത്താവിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ നമുക്കും ഒരല്പസമയം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന, രോഗശയ്യയിലൻ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് പ്രസ്താവിക്കും. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതൽ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, വചന സന്ദേശങ്ങൾ നിരവധിയായി കേൾക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം സമൃദ്ധമായിട്ടുണ്ടായാൽ നമ്മുടെ മനോഭാവം മാറും. നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന എബ്രായ ലേഖനം നമ്മോട് പറയുന്നു. തിരുവചനം, ശുദ്ധമായ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. ഒരിക്കൽ പൗലോസ് ക്രൂരമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമ, ഭക്തനാണ്, ന്യായപ്രമാണം അറിയാം, പക്ഷേ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു. കൃപയാലുള്ള രക്ഷ എന്താണെന്നറിയില്ല. ഒരു മത തീവ്രവാദി, ഭക്തിയുടെ പേരിൽ ആളുകളെ കൊല്ലാൻ നടക്കുന്ന ദുഷ്ടഹൃദയമുള്ള വ്യക്തി. ഇന്നും അങ്ങനെയാണ്. മതഭക്തി നിമിത്തം ആളുകളെ കൊല്ലുന്ന എത്രയോ ആളുകളാണ്. ഭയങ്കര ഭക്തിയാണ്. ഹൃദയത്തിലോ എന്തൊരു വൈരാഗ്യം. കർത്താവ് പുതിയ നിയമം നമ്മോട് പറയുന്നത്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. എന്നാൽ പൗലോസ് രക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയായി. അപ്പോൾ പൗലോസ് പറയുന്നത്, എൻ്റെ ഹൃദയത്തിന് മാറ്റം വന്നു. ഇതുവരെ ഞാൻ എന്തെല്ലാം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ ജീവിച്ചത്, ഇനി അതിനു വേണ്ടിയല്ല ജീവിക്കാൻ പോകുന്നത്. ഇതുവരെ ഒരു മത തീവ്രവാദി, എന്നാൽ ഇനിയുള്ള എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി ജീവിക്കാനുള്ളതല്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്ത ക്രിസ്തുവിനെ വേണ്ടി ജീവിക്കുവാൻ. പൗലോസ് പറയുകയാണ്, ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ ഞാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം നഷ്ടമായി എണ്ണുന്നു, എല്ലാം ഉച്ഛിഷ്ടമായി കരുതുന്നു. നമുക്ക് ശുദ്ധമായൊരു ഹൃദയം ലഭിക്കുമ്പോൾ, പരിശുദ്ധാത്മ നിറമുള്ളൊരു ഹൃദയം ലഭിക്കുമ്പോൾ, ലോകത്തിലെ വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും. ലോകം ഉന്നതമാണ് എന്ന് കരുതുന്ന പലതും ഉന്നതമല്ല എന്ന് നമുക്ക് തിരിച്ചറിയും. ലോകം പണവും സെക്സും സ്ഥാനവും അധികാരവും അതൊക്കെ വലിയ കാര്യങ്ങളാണ്, അതൊക്കെ കിട്ടിയാൽ എന്തോ ആയി എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ ഞാൻ നഷ്ടമായി എണ്ണി എന്നാണ് പൗലോസ് പറയുന്നത്. ഇതെങ്ങനെ സാധിക്കും? ബാഹ്യമായ നിയന്ത്രണം കൊണ്ടല്ല.
യേശുക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ക്രൂരനായ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന പൗലോസിന് ഒരിക്കലും യേശുവിൻ്റെ മനസ്സ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ രക്ഷയിലേക്ക് വന്നപ്പോൾ ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിൻ്റെ മനസ്സ് പൗലോസിൽ നിക്ഷേപിക്കുന്നത്. അങ്ങനെ ക്രൂരനായ പൗലോസ് ഇപ്പോഴിതാ ഒരാട്ടിൻകുട്ടിയെപ്പോലെ സൗമ്യതയും താഴ്മയും കർത്താവിന് വേണ്ടി എന്തുപദ്രവങ്ങളും ചോദ്യം ചെയ്യാതെ സഹിക്കാൻ തയ്യാറായിരിക്കുന്നു. അന്യായമായി തടവിൽ കിടക്കുമ്പോഴും പിറുപിറുപ്പില്ല, പരാതിയില്ല. അപ്പോഴും റിജോയ്സിങ് ഇൻ ദ ലോർഡ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാം. നമ്മുടെ ഹൃദയത്തിന് ശരിക്കൊരു രൂപാന്തരം വരണം. തിരുവചനം നമ്മോട് പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഇന്ന് ചിലപ്പോൾ വിശ്വാസികൾ തന്നെയായിരിക്കാം ഈ പ്രോസ്പെറിറ്റി പ്രീച്ചേഴ്സിൻ്റെ പ്രസംഗവും വ്യാജ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് അവർക്കിപ്പോഴുള്ള ഒന്നിലും തൃപ്തി ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോഴുള്ള വീട് സൗകര്യമുള്ളതായിരിക്കാം, ഇപ്പോഴുള്ള വാഹനം കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ വലുത്, കൂടുതൽ ഭൗതിക നന്മകൾ വേണമെന്നുള്ളൊരു ചിന്ത. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലല്ല സ്വരൂപിക്കേണ്ടത്, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും. നാം ഭൂമിയിൽ കുറേ വസ്തുവകകൾ ഒക്കെ സമ്പാദിച്ചിട്ട് എൻ്റെ ഹൃദയമൊന്നും ഈ പണത്തിലില്ല, വസ്തുക്കളില്ല എന്ന് പറഞ്ഞാൽ അത് വ്യാജമാണ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിൽ, അതായത് ഉന്നതമായ കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ നിക്ഷേപം അവിടെയായിരിക്കണം. ഭൂനിക്ഷേപത്തിലൊന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല. 70, 80, 90 വർഷം നാം ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും സാധിക്കുകയില്ല. എന്നാൽ ദൈവമക്കൾക്ക് സ്വർഗത്തിൽ ക്ഷയം, മാലിന്യം, വാട്ടം ഇതൊന്നും ഇല്ലാത്ത ഒളിമങ്ങാത്തൊരു നിക്ഷേപം, എറ്റേണൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്. അത് കാണുവാൻ ആന്തരിക ദൃഷ്ടി, ഹൃദയം പ്രകാശിക്കണം, ഹൃദയം ജ്വലിക്കണം. ഹൃദയത്തിൻ്റെ പഴയ താല്പര്യങ്ങൾക്കെല്ലാം മാറ്റം വരണം. രക്ഷയിലേക്ക് വരാത്ത വ്യക്തി സാഹചര്യങ്ങളെ, പണത്തെ, മറ്റു പലതിനെ എങ്ങനെ കാണുന്നു അതേപോലെയല്ല നാം കാണേണ്ടത്. നാം വീണ്ടും ജനിച്ചവരാണ്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്, ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. അതുകൊണ്ട് ലോകക്കാർ കാണുന്നത് പോലെ കാര്യങ്ങളെ വിലയിരുത്തരുത്. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുവിൻ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും. ആ സ്വർഗീയ പൗരന്മാർക്ക് ഒരു വിശുദ്ധ ഹൃദയമുണ്ട്. അവരിപ്പോൾ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും ഉന്നതമായ കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധ വച്ചിരിക്കുന്നത്. നാം ഇതുവരെ ചിന്തിച്ചത് ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയുള്ള ഒരു ഭക്തൻ്റെ പരമാർത്ഥ ഹൃദയത്തെക്കുറിച്ചാണ് നാം ധ്യാനിച്ചത്. ഇനി ദുഷ്ടരായ മനുഷ്യരുണ്ട്. അവരുടെ ഹൃദയത്തെ ബൈബിൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? സദൃശവാക്യങ്ങൾ 6:16. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. 18-ാം വാക്യത്തിൽ ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. ഉൽപ്പത്തി 6:5. ഭൂമിയിൽ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ടു. അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും വല്ലപ്പോഴും അല്ല, എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് ഇൻ്റർനെറ്റിലൂടെ കണ്ട് എപ്പോഴും മോശമായ കാര്യങ്ങൾ ചിന്തിക്കുന്നവരുണ്ട്. ഇൻ്റർനെറ്റ് വേണ്ട, അല്ലാതെയും മോശമായതൊക്കെ ചിന്തിക്കാം. പക്ഷേ നോഹയുടെ കാലത്ത് ഇപ്രകാരമുള്ള ജനത്തെ ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു. യിരെമ്യാ 4:14.
യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളയുക. നിൻ്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിൻ്റെ ഉള്ളിലിരിക്കും. ഇത് പഴയ നിയമത്തിലെ ഇസ്രായേലിനോടാണ് പറയുന്നത്, ജാതികളോടല്ല. യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളയുക. നിൻ്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിൻ്റെ ഉള്ളിലിരിക്കും. യിരെമ്യാ പ്രവാചകൻ 17:9, യിരെമ്യാ 17:9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാർ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. ഇനി കപടഭക്തി, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ഏശയ്യാ 29:13. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷകൽപ്പനയത്രേ. അങ്ങനെയുള്ള ഒരുപാട് ക്രിസ്ത്യാനികൾ ഇങ്ങനെയുണ്ട്. ബൈബിളൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് സഭാ പാരമ്പര്യമാണ്. ക്രിസ്തു പറഞ്ഞതല്ല, ഞങ്ങളുടെ സഭാ നേതാവ് പറഞ്ഞതാണ് ഞങ്ങൾ കേൾക്കുകയുള്ളൂ. ഭയങ്കര പ്രാർത്ഥന, എന്നാൽ മദ്യത്തിനും വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഒരു കുറവുമില്ല. ചർച്ചിൽ പോയാൽ എന്തൊരു ഭക്തിയാണ്, എന്നാൽ ചർച്ചിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എല്ലാ വൃത്തികേടും ചെയ്യും. അങ്ങനെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ശരിക്കും അവർ ക്രിസ്ത്യാനികളല്ല എങ്കിലും. ഇവിടെ ഇതാ ഏശയ്യാ 29:13. ഈ ജനം അടുത്ത് വന്ന് വായ കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ, പാട്ട് പാടുന്നത് കേട്ടാൽ എന്തൊരു ഭക്തന്മാരാണെന്ന് തോന്നും. എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്തകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷകൽപ്പനയത്രേ. ജീവിക്കുന്ന ദൈവത്തോട് ഹൃദയപൂർവ്വം സ്നേഹബന്ധമില്ല. ആരോ പണ്ട് എഴുതി വെച്ച പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ സമയമാകുമ്പോൾ അങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷകൽപ്പനയത്രേ. മത്തായിയുടെ സുവിശേഷത്തിലും അത് കാണാം. മത്തായി 15:8. മത്തായി 15:8. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. പുറമേ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ചൊല്ലലുകൾ ഒക്കെയുണ്ട്, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. 1 രാജാക്കന്മാർ 15:3. തൻ്റെ അപ്പൻ മുമ്പേ ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു. അവൻ്റെ ഹൃദയം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയം പോലെ അവൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. അവൻ്റെ ഹൃദയം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയം പോലെ. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു, നമുക്കറിയാമല്ലോ. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയം പോലെ അവൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണം. കാശായിട്ട് മന്ത്രവാദിയായി ശിമോൻ നിൽക്കുകയാണ്. ഞാൻ ഒരാളുടെ മേൽ കൈവച്ചാൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ എനിക്ക് പറ്റണം. ഇതാ കാശ് തരാം പത്രോസേ. അപ്പോൾ പത്രോസ് പണമൊന്നും വാങ്ങിയില്ല. നിൻ്റെ പണം നിന്നോടുകൂടെ നശിക്കട്ടെ എന്ന് പറഞ്ഞു. മാത്രമല്ല, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8:21. നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കുമോഹരിയുമില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന കാര്യത്തിലും പരിശുദ്ധാത്മാ കൃപാവരങ്ങൾ നിറയുന്ന കാര്യത്തിലും മന്ത്രവാദിയായ ശിമോനെ നിനക്ക് ഒരു പങ്കുമില്ല. നീ വെറുതെ മോഹിക്കുകയാണ് പണം കൊണ്ട് ഇതൊക്കെ കിട്ടുമെന്ന്. നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട്. യഥാർത്ഥ പരിശുദ്ധാത്മ നിറവ് ദൈവമക്കൾക്ക് ലഭിക്കുവാൻ, യഥാർത്ഥ കൃപാവരങ്ങൾ കിട്ടുവാൻ നിർമ്മലമായ ഹൃദയം വേണം. മത്തായി 12:35. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. മാർക്കോസ് 7:21. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, ഇങ്ങനെയുള്ള പാപങ്ങൾ. ഇനി റോമാലേഖനം 1-ാം അധ്യായത്തിൽ ദൈവത്തെ അറിയാം, പക്ഷേ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. പകരം സൃഷ്ടികൾക്ക്, ഇഴജാതികൾക്ക്, ഊമപ്രതിമകൾക്ക് മഹത്വം കൊടുക്കുന്നു. അവരുടെ ഹൃദയം ഇരുളടഞ്ഞിരിക്കുകയാണ്. റോമ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും
അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു. പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കാൻ പറ്റിയില്ല. പിറുപിറുപ്പുകാർ, നന്ദിയില്ലാത്തവർ, ദൈവത്തോട് മറുതലിക്കുന്നവർ, ആ ജനത്തോട് ദൈവം, അങ്ങനെയുള്ള ജനത്തിന് സ്വസ്ഥത കൊടുക്കില്ല എന്ന് ദൈവം തീരുമാനിച്ചു. കനാനിൽ അവരെത്തിയില്ല. സങ്കീർത്തനം 95:10, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു. 40 ആണ്ട് ഭയങ്കര അത്ഭുതം കർത്താവ് കാണിച്ചു കൊടുത്തു. പക്ഷേ അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ, ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നൊരു ഹൃദയം, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അവർ സേവിച്ചില്ല. ചില സാധനങ്ങൾ കുറയുമ്പോൾ മിസ്രൈമിലേക്ക് പോകാമെന്ന് ചിന്തിക്കുന്ന ദുഷ്ട ഹൃദയം. യിരെമ്യാ 17:5, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. യിരെമ്യാ 17:5, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇനി ഹൃദയകാഠിന്യം ബാധിച്ചാൽ ദൈവക്രോധം നിശ്ചയമായും ആ വ്യക്തിയുടെ മേൽ വരും. റോമാലേഖനം 2:5, റോമ 2:5. എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. ഒരു അനുതാപവുമില്ല, മാനസാന്തരമില്ല. ദുഷ്ടത, പാപം ചെയ്തിട്ടും അനുതപിക്കാതെ വീണ്ടും വീണ്ടും അത് ചെയ്യുന്നു. എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. ചില വിശ്വാസികൾ, സ്നാനപ്പെട്ടവർ ചിലപ്പോൾ ലോകമോഹം, ലോകസ്നേഹം ഇവയാൽ സ്വാധീനിക്കപ്പെട്ട് പിന്മാറിപ്പോകാറുണ്ട്. അവർക്ക് എങ്ങനെയുള്ള ഹൃദയമാണുള്ളത്? എബ്രായ ലേഖനം 3:12, എബ്രായ 3:12, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ഇത് വിശ്വാസികളോടാണ് പറയുന്നത്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. എഫേസ്യ ലേഖനം 4:18, അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും ദൈവകൃപ ഉള്ളവനും ആയിരുന്നു. പക്ഷേ ആത്മനിറവുള്ള സ്തേഫാനോസിൻ്റെ പ്രസംഗം യഹൂദന്മാർ എതിർത്തു. കല്ലെറിയുവാൻ കല്ലുകളെടുക്കുകയാണ്. സ്തേഫാനോസ് എന്താണ് പറയുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:51, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. ഹൃദയകാഠിന്യം, പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരും ആയ ആ ജനം നിർമ്മലനായ ആത്മനിറവുള്ള സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. യിരെമ്യാ 17:9, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? വിഗ്രഹാരാധികളെക്കുറിച്ച് ഏഷ്യാ പ്രവാചകൻ പറയുന്നത്, ഏഷ്യ 44:20, അവൻ വെണ്ണീർ തിന്നുന്നു, വഞ്ചിക്കപ്പെട്ട അവൻ്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു,
അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല, എൻ്റെ വലം കൈയിൽ ബോഷ്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല. മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഇതാ ഇവിടെ ഒരു മനുഷ്യൻ്റെ ഹൃദയം അവനെ വഞ്ചിക്കുന്നു. അവൻ വെണ്ണീർ തിന്നുന്നു. വഞ്ചിക്കപ്പെട്ട അവൻ്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു. അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല, എൻ്റെ വലം കൈയിൽ ബോഷ്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല. വിഗ്രഹാരാധനയാണ്, സ്വരൂപ വണക്കമാണ്, പക്ഷേ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളും ധാരാളമുണ്ട്. അവർക്കൊട്ടും അനുതാപമില്ല സ്വരൂപത്തെ വണങ്ങിയതിന് ശേഷം. അവർ വിചാരിക്കുന്നത് ഇതൊക്കെ ശരിയാണ്, കാരണം അവൻ്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു. ഇനി നാവിന് കടിഞ്ഞാണിടാതെ മുന്നോട്ട് പോയാൽ ആ ഭക്തി എങ്ങനെയുള്ള ഭക്തിയാണ്? അത് നമുക്കറിയാമായിരിക്കും. യാക്കോബ് 1:26, നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. എസെക്കിയേൽ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞപ്പോൾ ജനം പ്രവാചകൻ പറയുന്നത് കൂട്ടാക്കുന്നില്ല. യിരെമ്യാവിൻ്റെ കാലത്ത് അത് തന്നെ സംഭവിച്ചു. എസെക്കിയേൽ 3:7, ഇസ്രായേൽ ഗൃഹമോ നിൻ്റെ വാക്ക് കേൾക്കുകയില്ല, എൻ്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരത്രേ. ഇസ്രായേൽ ഗൃഹമോ നിൻ്റെ വാക്ക് കേൾക്കയില്ല, എൻ്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരത്രേ. വിവാഹമോചനത്തെ സംബന്ധിച്ച് സംശയമായി വന്നവരോട് കർത്താവ് എന്താ പറഞ്ഞത്? മർക്കോസ് 10:5, യേശു അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതി തന്നത്. റോമ 8:7, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. 2 പത്രോസ് 2:14, അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. ഇന്ന് നാം ധ്യാനിച്ചത് 2 തരം ഹൃദയങ്ങൾ. ദൈവഭക്തനായ മനുഷ്യൻ്റെ ശുദ്ധഹൃദയം, ദുഷ്ടത തിങ്ങി നിറഞ്ഞ ദുഷ്ടന്മാരുടെ ഹൃദയം. അതിനെക്കുറിച്ചുള്ള വാക്യങ്ങളാണ് നാം ധ്യാനിച്ചത്. നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും രീതിയിൽ ദൈവഹിതമല്ലാത്ത ചിന്തകളോ പദ്ധതികളോ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും അനുതാപ ഹൃദയത്തോടെ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിർമ്മലമായൊരു ഹൃദയം, ദൈവമക്കൾക്ക് ചേരാത്ത ഒരു ചിന്തയും എൻ്റെ ഹൃദയത്തിൽ വരരുതേ കർത്താവേ, വന്നത് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാലോ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. നമുക്ക് പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ പ്രാർത്ഥിച്ച ആശീർവാദം പറയും.